വെൽക്കം ടു FoODIES. ഇന്ന് നമ്മളൊരു സിമ്പിൾ എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് സബോള വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു സബോള ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. സബോള നല്ലപോലെ വറന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി ഇതിൽ തന്നെ കുറച്ച് മുന്തിരി വറുത്തെടുക്കാം. മുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ആ പാനിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയുടെ സൈഡ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറി കിട്ടും. ഇതുപോലെ വരയുന്നതിന് പകരം ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്താലും മതി. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഇനി ഗ്രേവി റെഡിയാക്കാനുള്ള സബോള വഴറ്റിയെടുക്കാം. ഇത് ഞാൻ 2 സബോള ചെറുതായി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഉപ്പും ഇട്ട് നന്നായി വഴറ്റാം. സബോള വഴന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള കുറച്ചുകൂടെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. സബോള വഴന്നു വരുന്ന സമയത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യും കറുവാപ്പട്ട, ഏലക്ക, പെരുംജീരകം, ഗ്രാമ്പൂ ഇവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഞാൻ എടുത്തിരിക്കുന്ന അരി ഇന്ത്യ ഗേറ്റ് വൈറ്റ് ആണ്. നമുക്കിഷ്ടമുള്ള അരി സെലക്ട് ചെയ്യാം. അരി ഒരു 80% വെന്താൽ മതി. സബോളയും തക്കാളിയും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഇളക്കി പച്ചമണം മാറുന്ന സമയത്ത് മസാലകളും ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ. പിന്നെ 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അതും ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. മസാലകളുടെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തവിക്ക് 4 തവി തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈരിന് ഒത്തിരി പുളി ഇല്ലാത്തതായിരിക്കും നല്ലത്. അത് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കാം. ഒരുപാട് നേരമൊന്നും വെക്കണ്ട, പക്ഷേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഗ്രേവി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരിയും ഈ ഗ്രേവിയും കൂടി ലെയർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു ദോശത്തവയോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രമോ സ്റ്റൗവിൽ ചൂടാകാൻ വെക്കാം. ദോശക്കല്ല് ചൂടാകുന്ന സമയത്ത് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചോറും ഗ്രേവിയും എല്ലാം ലെയർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലാദ്യം ഗ്രേവി ഇട്ടു, അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ടു, പിന്നെ നമ്മുടെ പുതിനയില, മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ഇട്ടു. പിന്നെ ഈ ഒഴിച്ചത് ഇച്ചിരി കളറാണ്. ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെന്നില്ല. എല്ലാം ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും സബോളയൊക്കെ ഇട്ട് കൊടുത്തു. ഇടയ്ക്ക് കുറച്ച് മസാലപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് അടച്ച് വെയിറ്റ് വെക്കാതെ ചൂടായ ദോശക്കല്ലിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇതിനൊരു 15-20 മിനിറ്റ് ചൂടാവണം. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഞാനിതിവിടെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു എഗ് ബിരിയാണിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം.